നമുക്ക് തീർച്ചയായിട്ടും ഈ അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഓർമ്മിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇന്നേക്ക് 50 കൊല്ലം മുമ്പാണ് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. 1975 ജൂൺ 25 ഈ അടിയന്തരാവസ്ഥ പിൻവലിച്ചത് 1977 മാർച്ച് 21 2 കൊല്ലക്കാലം എന്ന് പറയുന്നത് ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും കറുത്ത ഏടും പീഡനത്തിൻ്റെ നാളുകളുമായിരുന്നു. എത്രയോ ആളുകൾ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന എത്രയോ ആളുകൾ കടുത്ത പീഡനങ്ങൾ ജയിലറയ്ക്കുള്ളിൽ ഏറ്റുവാങ്ങേണ്ടി വന്നു. അപ്പോൾ അങ്ങനെ ഒരു അടിയന്തരാവസ്ഥ കാലത്തെ ഒരാളിൻ്റെ അനുഭവമാണ് ഇന്ന് സുഭാഷിതത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ ഒരുപാട് നേതാക്കന്മാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. അതിൽ പ്രമുഖനായ മൊറാർജി ദേശായി ഉണ്ടായിരുന്നു. അന്ന് മൊറാർജി ദേശായിക്ക് 79 വയസ്സായിരുന്നു. നിങ്ങൾക്കറിയാം, ജയപ്രകാശ് നാരായണനൊക്കെ അന്ന് ഉയർത്തിവിട്ട് വിപ്ലവം എന്ന് പറയുന്നത് സമ്പൂർണ്ണ വിപ്ലവമായിരുന്നു. അതോടെ മിക്കവാറും എല്ലാ നേതാക്കന്മാർക്കും ജയിലഴികൾ സമ്മാനമായി കിട്ടി. മൊറാർജി ദേശായി ജയിലിൽ കഴിയുമ്പോൾ അദ്ദേഹത്തെ മോചിപ്പിക്കാനുള്ളൊരു വാഗ്ദാനവുമായി സർക്കാർ വന്നു. അടിയന്തരാവസ്ഥയെ പിന്തുണയ്ക്കണം, ഉയർന്ന സ്ഥാനമാനങ്ങൾ കൊടുക്കാം, ഒരുപാട് വാഗ്ദാനങ്ങൾ അവർ കോരിച്ചൊരിഞ്ഞു. അദ്ദേഹം അടിയന്തരാവസ്ഥയെ അനുകൂലിച്ചാൽ മാത്രം മതി. എന്നാൽ മൊറാർജി ദേശായി ആ വാഗ്ദാനങ്ങളെല്ലാം നിരസിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം കടുത്ത ഭാഷയിൽ പറഞ്ഞു, ജനാധിപത്യത്തെ അടിച്ചമർത്തിക്കൊണ്ട് ഒരു പദവിയും എനിക്ക് ആവശ്യമില്ല, സത്യത്തിലും നീതിയിലും വിശ്വസിച്ച് ജീവിച്ച് എനിക്ക് മുന്നോട്ട് പോയാൽ മതി, മാത്രമല്ല എൻ്റെ ജീവിതത്തിൽ ജയിൽ എനിക്കൊരു പുത്തരിയല്ല എന്ന് മൊറാർജി ദേശായി വാഗ്ദാനവുമായി വന്ന ആളിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നയം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നയം, ജീവിത ശൈലി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കാഴ്ചപ്പാടെല്ലാം അദ്ദേഹം ഈ വന്നയാളിനോട് വ്യക്തമാക്കി. പിന്നീടുണ്ടായത് 19 മാസത്തോളം മൊറാർജി ദേശായി ജയിലിൽ കഴിഞ്ഞു. പിന്നീട് ഉണ്ടായതും ചരിത്രം. പൊതു തെരഞ്ഞെടുപ്പ് നടന്നു. ഇന്ദിരാഗാന്ധിക്ക് ഈ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കേണ്ടി വന്നു, അടിയന്തരാവസ്ഥ പിൻവലിക്കേണ്ടി വന്നു. മൊറാർജി ദേശായി ഇന്ത്യയുടെ ആദ്യത്തെ കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രിയായി മാറി. അന്നേ വരെ ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ച അന്നു മുതൽ കോൺഗ്രസ് പ്രധാനമന്ത്രിമാരെ മാത്രമേ രാജ്യം കണ്ടുള്ളൂ. എന്നാൽ കോൺഗ്രസ്സുകാരനല്ലാത്ത ഒരാൾ പ്രധാനമന്ത്രിയായത് മൊറാർജി ദേശായിൽ നിന്നു ആ രാഷ്ട്രീയ ചരിത്രം തുടങ്ങുന്നത്. സ്വേച്ഛാധിപത്യപരമായ ഭരണത്തെയും പൗരാവകാശങ്ങളുടെ ലംഘനത്തെയും എതിർക്കേണ്ടത് ഏതൊരു പൗരൻ്റെയും കടമയാണെന്ന് സ്വന്തം ജീവിതം കൊണ്ട് മൊറാർജി ദേശായി തെളിയിച്ചു. ഗാന്ധിജി പറഞ്ഞ പോലെ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് മൊറാർജി രാജ്യത്തോട് തെളിയിച്ചു കൊടുത്തു. വ്യക്തിപരമായ സുരക്ഷയും സ്ഥാനമാനങ്ങളും വേണ്ട എന്ന് വെച്ച് തത്വങ്ങൾക്ക് വേണ്ടി ഉറച്ചു നിൽക്കാനുള്ള ധൈര്യമാണ് നമുക്ക് വേണ്ടത്. മറ്റത് നമുക്ക് താൽക്കാലികമായ ചില നേട്ടങ്ങൾ കൊണ്ടുവരും. സ്ഥായിയായ നേട്ടങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആദർശങ്ങളിൽ ഉറച്ചു നിൽക്കണം. സ്ഥാനമാനങ്ങൾക്കായി നമ്മുടെ ഐഡിയാസ്, നമ്മുടെ ആദർശങ്ങൾ, നമ്മുടെ നിലപാടുകൾ ഒരിക്കലും കളഞ്ഞു കുളിക്കരുത്. ആദർശങ്ങൾ ത്യജിക്കുന്ന ആളിനെ നമുക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ സത്യധർമാദി വെടിഞ്ഞീടിന പുരുഷനെ ക്രൂദ്ധനാം സർപ്പത്തേക്കാൾ ഏറ്റവും പേടിക്കണം എന്ന് കവിവാക്യം.